നമസ്കാരം, 4ാം ക്ലാസ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സമയചക്രം എന്ന ഗണിതത്തിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് പരിഹരിക്കാൻ പോകുന്നത്. നമുക്ക് പാഠത്തിൽ പോയി നോക്കാം. എഴുതാം, വരയ്ക്കാം. ഓരോ ക്ലോക്കിലെയും സമയം എത്രയെന്ന് താഴെ കൊടുത്ത കളങ്ങളിൽ എഴുതണം. കളങ്ങളിൽ കൊടുത്തിരിക്കുന്ന സമയം ആ ക്ലോക്കുകളിൽ വരച്ചു ചേർക്കാനുമുണ്ട്. എങ്കിൽ നമുക്ക് സമയം നോക്കാം അല്ലേ. ആദ്യത്തെ ക്ലോക്ക് നോക്കൂ. 10 മണി കഴിഞ്ഞ് 55 മിനിറ്റും 21 സെക്കൻഡുമായിരിക്കുന്നു. കൂട്ടുകാർ നോക്കുമ്പോൾ അത് കൃത്യമാണോ? ആണല്ലേ. എങ്കിൽ നമുക്ക് കൃത്യമായി സമയം എഴുതാനുള്ള 4 ക്ലോക്കുകൾ കൂടി ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് എഴുതാനുള്ള ആദ്യത്തെ ക്ലോക്കിൽ സമയം എത്രയാണെന്ന് നോക്കാം. എത്ര മണി കഴിഞ്ഞു കൂട്ടുകാരെ? ആ കറുത്ത സൂചി 1 മണി കഴിഞ്ഞിരിക്കുന്നു അല്ലേ. 1 മണി എന്ന് എഴുതാം. ഇനി എത്ര മിനിറ്റാണ്? 21 മിനിറ്റ്. എത്ര സെക്കൻഡായി കൂട്ടുകാരെ? 34 സെക്കൻഡ്. അതെ, നമുക്ക് സമയം നോക്കാൻ അറിയാം. 1 മണി 21 മിനിറ്റ് 34 സെക്കൻഡ്. ഇനിയുള്ളത് കൂട്ടുകാർ പറയുമ്പോൾ എഴുതും. എത്ര മണി കഴിഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ ക്ലോക്കിൽ? നമുക്ക് എഴുതാനുള്ള രണ്ടാമത്തെ ക്ലോക്കിൽ എത്ര മണി കഴിഞ്ഞു? 8 മണി. അതെ, 8 മണി കഴിഞ്ഞിരിക്കുന്നു. എത്ര മിനിറ്റ് കഴിഞ്ഞു? പറയൂ. 28 മിനിറ്റ് അല്ലേ. ശരി, ഇനി എത്ര സെക്കൻഡായെന്ന് നോക്കൂ. 57 സെക്കൻഡ്. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് സമയം നോക്കാനും പറയാനും എല്ലാം അറിയാം. ഈ ക്ലോക്കിൽ 8 മണി 28 മിനിറ്റ് 57 സെക്കൻഡ്. അടുത്ത ക്ലോക്കിൽ എത്രയാണ് സമയമെന്ന് നോക്കൂ. എത്ര മണി കഴിഞ്ഞിട്ടുണ്ട്? 11 മണി അല്ലേ. 11 മണി കഴിഞ്ഞു. എത്ര മിനിറ്റായി? 15 മിനിറ്റ് അല്ലേ. അതെ, 15 മിനിറ്റായി. എത്ര സെക്കൻഡായി കൂട്ടുകാരെ? 30 സെക്കൻഡ്. ശരിയാണോ? അതെ, 30 സെക്കൻഡ് കഴിഞ്ഞു. അപ്പോൾ ഈ ക്ലോക്കിലെ സമയം 11 മണി 15 മിനിറ്റ് 30 സെക്കൻഡ്. ശരി, അവസാനത്തെ ക്ലോക്കിൽ സമയം കൃത്യമായി പറയണം. എത്ര മണി കഴിഞ്ഞു നോക്കുന്നുണ്ടോ? എത്ര മണി കഴിഞ്ഞു, എത്ര മിനിറ്റായി, എത്ര സെക്കൻഡായെന്ന്? ശരി, പറയൂ. എത്ര മണിയാണ്? 6 മണി കഴിഞ്ഞു. ഇനി എത്ര മിനിറ്റായിട്ടുണ്ട്? 20 മിനിറ്റ് അല്ലേ. അതെ, 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇനി സെക്കൻഡ് സൂചി നോക്കൂ. എത്ര സെക്കൻഡായി? 44 സെക്കൻഡ്. 6 മണി 20 മിനിറ്റ് 44 സെക്കൻഡ്. അപ്പോൾ കൂട്ടുകാരെല്ലാം സമയം നോക്കാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 5 ക്ലോക്കിലെയും സമയം കൃത്യമായി രേഖപ്പെടുത്തി കഴിഞ്ഞോ? എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിൽ കൃത്യമായി സമയം നോക്കി സൂചികൾ വരയ്ക്കണം. നോക്കൂ, 5 ക്ലോക്കുകൾ. ഇവയിൽ സൂചിയില്ല. ആദ്യത്തെ ക്ലോക്കിൽ എത്ര മണിയാണെന്ന് കണ്ടോ? 4 മണി 15 മിനിറ്റ് 40 സെക്കൻഡ്. ആദ്യം നമ്മൾ മിനിറ്റ് സൂചിയാണ് വരയ്ക്കേണ്ടത്. 15 മിനിറ്റ് ആണെങ്കിൽ എവിടെയാണ് വരയ്ക്കേണ്ടതെന്ന് കൂട്ടുകാർക്കറിയാമോ? അതെ, 3ന് നേരെയാണ് വരയ്ക്കേണ്ടത്. ഇനി 4 മണിയെന്ന് വരയ്ക്കണം. പക്ഷെ കൃത്യം 4ന് നേരെയാണോ വേണ്ടത്? അല്ല, 4 കഴിഞ്ഞ് 15 മിനിറ്റ് ആയതുകൊണ്ട് അല്പം മാറി വരയ്ക്കാം. വരച്ചാലോ? അതെ, 4 കഴിഞ്ഞ് ഒരല്പം മാറി നമ്മൾ വരച്ചു. സെക്കൻഡ് സൂചി പക്ഷേ കൃത്യമായി വരയ്ക്കണം. 40 സെക്കൻഡ്. 40 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 8ന് നേരെ. ശരിയാണല്ലേ. ഇപ്പോൾ 4 മണി 15 മിനിറ്റ് 40 സെക്കൻഡ്. നമുക്ക് അടുത്ത ക്ലോക്കിൽ പോയി നോക്കാം. 10 മണി 30 സെക്കൻഡ്. അപ്പോൾ മിനിറ്റ് സൂചി എവിടെ വരയ്ക്കണം?
കൃത്യം 10 മണിയാവുമ്പോൾ മിനിറ്റ് സൂചി 12. അപ്പോൾ മണിക്കൂർ സൂചിയോ 10 നേരെ തന്നെ വരണ്ടേ? അതെ, 10 നേരെ തന്നെ നമ്മൾ അതും വരയ്ക്കണം. 30 സെക്കൻഡ് ആവുമ്പോൾ 6 നേരെയല്ലേ വരയ്ക്കേണ്ടത്? 6 നേരെ 30 സെക്കൻഡ് കൃത്യമായി. അടുത്തത് നോക്കാം. 12 മണി 35 മിനിറ്റ്. 35 മിനിറ്റ് ആകുമ്പോൾ എവിടെയാണ് മിനിറ്റ് സൂചി വരിക? 7 നേരെയല്ലേ? അതെ, 7 നേരെ വരച്ചു. 12 മണി 12 നേരെയാണ് വരേണ്ടത്. 35 മിനിറ്റ് കഴിഞ്ഞു. 12നും 1നും ഇടയ്ക്കല്ലേ വരേണ്ടത്? അതെ, 12നും 1നും ഇടയിലായിട്ടാണ് മണിക്കൂർ സൂചി വരുന്നത്. ഇനി സെക്കൻഡ് സൂചി 17 സെക്കൻഡ്. 3 കഴിഞ്ഞ് ഒരു 2 സെക്കൻഡ് കൂടി കഴിയുമല്ലേ? അതെ, അപ്പോൾ 12 മണി 35 മിനിറ്റ് 17 സെക്കൻഡ്. നമുക്ക് അടുത്ത ക്ലോക്കിൽ നോക്കാം. 55 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഏതിന് നേരെ വരും? 11 നേരെ വേണമല്ലേ? 11 നേരെ നമ്മൾ മിനിറ്റ് സൂചി വരയ്ക്കണം. ശരി, 9 മണി കഴിഞ്ഞ് 55 മിനിറ്റായി. 10 ആവാറായി. ഇപ്പോൾ നമ്മൾ 9 നേരെ വരച്ചാൽ മതിയോ? 10 എത്തണമല്ലേ? അതെ, 10 മണിക്കൂർ സൂചി എത്തേണ്ടത്. ഇനി 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ 10 ആവുമല്ലോ. സെക്കൻഡ് സൂചി വരയ്ക്കാം. 14 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 14 സെക്കൻഡിനടുത്ത് നമ്മൾ അതും വരച്ചു കഴിഞ്ഞു. ശരി കൂട്ടുകാരെ, അവസാനത്തേത് നോക്കാം. അവസാനത്തെ ക്ലോക്കിൽ 25 മിനിറ്റ് ആകുമ്പോൾ 5 നേരെ. ശരി, 6 മണി കഴിഞ്ഞ് 25 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ അതെ, 6നും 7നും ഇടയ്ക്കായിട്ടാണ് വരിക. ഇനി 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 12 കഴിഞ്ഞ് 2 സെക്കൻഡ്. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം സമയം നോക്കാനും സമയത്തിനനുസരിച്ച് സൂചികൾ രേഖപ്പെടുത്താനും എല്ലാം അറിയാം. ഈ വീഡിയോ കണ്ട ശേഷം പാഠഭാഗത്തിലുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്യുമെന്ന് കരുതുന്നു. താങ്ക് യു.